എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. വിശുദ്ധ കുർബാന അടച്ചു പൂട്ടി വെക്കാൻ വേണ്ടി തന്നിരിക്കുന്നതല്ലത് സക്രാരിയില്. പിന്നെയോ പൊതുവായിട്ട് എഴുന്നള്ളിച്ചു വെച്ച് 1-2 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ചുറ്റുമുള്ള ലോകത്തേക്ക് ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു കരിയാട് ജംഗ്ഷൻ ഉണ്ട്, അങ്കമാലിയിൽ നിന്ന് പോകുന്ന വഴി. ആ കരിയാട് യൂട്ടേൺ, അവിടെ 128 അപകടമരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെതിരായി പ്രതിഷേധവും ഗവൺമെന്റ് ഒന്നും ചെയ്യാഞ്ഞിട്ടാണെന്നുള്ള പ്രതിഷേധ മീറ്റിംഗ് ഒക്കെ നടന്നെങ്കിലും സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതിന് 1 കിലോമീറ്റർ ഉള്ളില് നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. പകൽ മുഴുവൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കും. ആ പ്രത്യേകം തിരിച്ചറിഞ്ഞൊന്നുമില്ല, പക്ഷെ അവിടുത്തെ വാഹനാപകടമില്ലാതായി. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന ആ ശക്തി, അവിടെ ഒളിഞ്ഞിരുന്ന് ഡ്രൈവർമാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടിരുന്ന സാത്താന്റെ ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്ന് കടന്നു ചെല്ലുന്ന ആരാധന, ദിവികാരുണ്യ ആരാധനയിൽ നിന്ന് കടന്നു ചെല്ലുന്ന ആ ശക്തി മൂലം ഒരു വീര്യമാക്കപ്പെട്ടു. ഹല്ലേലൂയ. അമേരിക്കയില് നമ്മുടെ ആദ്യത്തെ ധ്യാന കേന്ദ്രം ന്യൂജേഴ്സിയില് വാഷിംഗ്ടൺ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന്റെ തൊട്ട് മുമ്പില് സ്റ്റേറ്റ് ഹൈവേ ആണ്. പലപ്പോഴും വാഹന അപകടം ഉണ്ടായിക്കൊണ്ടിരുന്നു. അവിടെ വചനപ്രഘോഷണവും ആരംഭിച്ചു. ദിവികാരുണ്യ ആരാധന മുഴുവൻ സമയവും ഇല്ലെങ്കിലും ആൾക്കാർ വരുന്നതനുസരിച്ച് തുറന്നു വെച്ച് ആരാധന ഉണ്ടായിരുന്നു. ഇപ്പം ആ സ്റ്റേറ്റ് ഹൈവേയിലുള്ള അപകട മരണമോ ഇല്ലാതായി. പ്രൈസ് ദി ലോർഡ്. എല്ലാ അപകട മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ശത്രുവായ സാത്താനാണ്. യോഹന്നാൻ 8:44 സാത്താനെ കുറിച്ച് ഈശോ പറയുകയാണ്, അവൻ നുണയനും നുണയുടെ പിതാവും കൊലപാതകയുമാണ്. എല്ലാ കൊലപാതകത്തിന്റെയും പിന്നിൽ അവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാ വ്യഭിചാരത്തിന്റെയും പിന്നിൽ അവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. മദ്യപാനത്തിന്റെ പിന്നിലും അവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. മദ്യപാനം കഴിഞ്ഞ് ആരെയും വിഷമിപ്പിച്ചു കളയുന്ന, തെറി പറയും, വഴക്കുണ്ടാക്കും. എന്നാൽ അവർക്കറിയാം തല്ലിങ്ങോട്ട് കിട്ടും. ആരെങ്കിലും പേടിപ്പിക്കുമെങ്കിൽ അടങ്ങിയിരുന്നോളും. തിരിച്ചു തല്ലുകേലാത്ത ഭാര്യയുടെ മുമ്പിലും പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിലുമാണ് അവരുടെ ചൗര്യം കാണിക്കുന്നത്. അത് പിശാചിന്റെ ഒരു കളിയാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഒളിഞ്ഞിരുന്ന് കുടുംബം നരകമാക്കാൻ ചെയ്യുന്ന പണിയാണ്. അപ്പം മദ്യപാനം, പുകവലി, പൊടിവലി, എല്ലാ ദുശീലങ്ങളിലൂടെയും എല്ലാ പാപത്തിലൂടെയും സാത്താൻ ഒളിഞ്ഞിരുന്ന് വ്യക്തികളെയും സമൂഹങ്ങളെയും നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മഹത്യയിലേക്ക് നയിക്കും, കൊലപാതകത്തിലേക്ക് നയിക്കും. അതിനാല് എല്ലാ പാപവും നമ്മള് വെറുത്തുപേക്ഷിക്കണം എന്ന് ലോകത്തിനു മുഴുവൻ പ്രബോധനം നൽകുവാൻ ദൈവം എന്താണ് ചെയ്തത്? ഒരു പാപവുമില്ലാത്ത ദൈവപുത്രനായ യേശുവിനെ പാപമാക്കി മാറ്റി കുരിശിൽ തറച്ചു. 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24. നമ്മുടെ പാപവും അതിൻ്റെ ശിക്ഷയും
നമ്മുടെ രോഗവും വഹിച്ചുകൊണ്ട് ദൈവപുത്രനായ, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു കുരിശിലേറി. നമ്മുടെ പാപവും രോഗവും വഹിച്ചുകൊണ്ട്. അത് നമ്മൾ പാപത്തിനു മരിച്ച് നീതിക്കായി, നീതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവെന്നർത്ഥം. ആദ്യത്തെ ഔവായം സൃഷ്ടിച്ചപ്പോൾ ഒരു ദൈവിക നിറവുണ്ടായിരുന്നു അവരിൽ. ദൈവം അവരുടെ കൂടെ നടക്കാൻ ഇറങ്ങുമായിരുന്നു. അവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമായിരുന്നു. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പരിപൂർണ അനുസരണത്തിന് ഏറ്റവും അത്യാവശ്യമായ ആത്മനിറവാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്കറിയാം ദൈവത്തിൻ്റെ ഇഷ്ടം, അവരത് അനുസരിക്കും. അതിനുള്ളൊരു ശക്തി ദൈവം നിരന്തരം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് യേശു നമ്മുടെ പാപവും രോഗവും വഹിച്ചുകൊണ്ട് കുരിശിലേറിയത്? അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവ ഐക്യത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തെ പോലെയാകാനുള്ള ഒരു വിളിയുള്ളവരാണ് നമ്മൾ. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ നമ്മള് പാപത്തോട് മരിക്കണം. നീതിക്കായി, വിശുദ്ധിക്കായി, ആത്മനിറവിനായി, ദൈവ ഐക്യത്തിനായി ജീവിക്കണം. അവനേറ്റ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ക്യാൻസർ രോഗി ഈ വചനം കേട്ടപ്പോൾ ഒരു ദിവസം മുഴുവൻ ഈ വചനം ഏറ്റുപറഞ്ഞു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ വലിയ ഒച്ചയിലൊന്നുമല്ല, അവനവന് കേൾക്കത്തക്ക രീതിയിൽ ഏറ്റു പറഞ്ഞു കാണും. വൈകുന്നേരമായി ക്യാൻസർ എല്ലാം അപ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം വചനം ഏറ്റു പറഞ്ഞപ്പോൾ എന്താണ് വചനത്തിന്റെ പ്രത്യേകത? യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം, ബൈബിളിൽ എഴുതപ്പെട്ട വചനം, നിങ്ങളെ സ്പർശിച്ച വചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അതിലൂടെ പരിശുദ്ധാത്മാവും നിറയും. ജീവൻ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും എല്ലാം സൗഖ്യം വന്നു നിറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം. അതിനാല് വിവേകമുള്ള, ജ്ഞാനമുള്ള ഓരോ മനുഷ്യ വ്യക്തിയും ഓരോ ദിവസവും ചെയ്യേണ്ടത് ബൈബിളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങള് നമുക്കുള്ളത് കണ്ടെത്തുക, അടിവരയിട്ട് വെക്കുക, പകർത്തി എഴുതിയെടുക്കുക. അതിനൊരു 10-1 സമയം ഏതായാലും വേണം. 2.5 മണിക്കൂർ. അപ്പൊ 2:10 കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, ബൈബിൾ വായന, ഇതിനൊക്കെ ഒരു, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളതിനൊരു 10-1. പള്ളിയിൽ പോവുക, വിശുദ്ധ കുർബാന കൈക്കൊള്ളുക. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ഞാൻ the bread that I give is for the life of the world. ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്റെ തിരുശരീര രക്തങ്ങൾ ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. അപ്പൊ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. ഹല്ലേലൂയ. അവനവന്റെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള പരിപാടിയല്ല. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു അടിസ്ഥാന മാനസാന്തരം വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ശിശുവിനെ കയ്യിൽ പിടിച്ചിട്ട് ആ കർത്താവ് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണത്? നിങ്ങൾ മാനസാന്തരപ്പെടുകയും ചെയ്യണം, ഈ ശിശുവിനെ പോലെ ആകുകയും ചെയ്യണം. ശിശു പറയുന്നില്ല ഞങ്ങൾ 2, ഞങ്ങൾക്ക് 2, ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ. ശിശു കരയുന്നത് എല്ലാവർക്കും വേണ്ടിയാ, ലോകം മുഴുവനും വേണ്ടിയാ. അങ്ങനെ കൂട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെടണം. ശിശുവിന് അറിഞ്ഞുകൊണ്ടുള്ള സ്വാർത്ഥതയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകണം. അങ്ങനെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ മാമോദിസ മുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ സമയം ശിശുവായിരിക്കുമ്പോഴാണ്. തെമ്മാടിത്തരൊന്നും കാണിക്കാതെ ഒരു നിഷ്കളങ്ക നിർമ്മലരായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം, അവർക്കേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഒരു അടിസ്ഥാന മനസാന്തരം. എന്താണ് മനസാന്തരം എന്ന് പറഞ്ഞാല്? മാനസാന്തരപ്പെട്ട് യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക. എഫേസൂസ് 4:17-23 നിങ്ങളുടെ ദുസ്തഴക്കങ്ങൾ, ദുശീലങ്ങൾ, ദുർവാസനകൾ നിങ്ങൾ പിഴുതെറിയണം. നിങ്ങളിലെ പഴയ മനുഷ്യനെ നിങ്ങൾ താലോലിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്, അവനെ പിഴുതെറിയണം. എന്നിട്ടോ പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഏറ്റവും നന്നായി മനസ്സിലാക്കാവുന്ന ഒന്നാണ് യേശുവിന്റെ ശിഷ്യന്മാര്. യേശുവിന്റെ ശിഷ്യന്മാര് 3 കൊല്ലം യേശുവിൻ്റെയോട് കൂടെ ഉണ്ടായിരുന്നു. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടു, യേശുവിൻ്റെ പ്രഘോഷണമെല്ലാം കേട്ടു. പക്ഷേ ഈശോയ്ക്ക് അറിയാമായിരുന്നു അവർക്ക് രൂപാന്തരീകരണം വന്നിട്ടില്ല, ശരീരമാനസാന്തരം വന്നിട്ടില്ല. 3 കൊല്ലം കൂടെ നടന്നിട്ടും. അതുകൊണ്ട് ഈശോ അവർക്കൊരു സഹനത്തിന്റെ കാലം അങ്ങ് അനുവദിച്ചു. അവര് അപ്പിടി ചക്കരയാന്ന് വിചാരിച്ചിരുന്ന, സർവശക്തനാണെന്ന് വിചാരിച്ചിരുന്ന അവരുടെ ദൈവം കുരിശിൽ തൂക്കി കൊല്ലപ്പെട്ടു. ഇതിനു വേണ്ടി അവരുടെയും എല്ലാവരുടെയും നമ്മുടെയും പാപത്തിന് പരിഹാരമായി. പാപത്തോട് മരിക്കണം എന്ന് ലോകത്തിന് മുഴുവൻ പ്രബോധനം നൽകിക്കൊണ്ട് യേശു കുരിശിൽ മരിച്ചു. പീഡ സഹിച്ച അവസരത്തിൽ ഒരിക്കൽ പോലും ആരെയും നിന്ദിച്ചില്ല, ആരെയും കുറ്റം വിധിച്ചില്ല, ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. ഇത് പിതാവിന്റെ തിരുവിഷ്ടമാണ്. ലോകം മുഴുവന്റെ രക്ഷയ്ക്കു വേണ്ടി പാപമില്ലാത്തവൻ പീഡയേറ്റ് മരിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചാൽ പിതാവ് എനിക്കത് തിരിച്ചു തരും. ഓരോ ദുഃഖവെള്ളിക്ക് ശേഷവും പിതാവായ ദൈവം ഉയർപ്പ് ഞായർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ സഹനത്തിന് ശേഷവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ വെളിപ്പെടുത്തൽ തരാൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ദൈവം ആർക്കും സഹനം അനുവദിക്കുകയില്ല. ദൈവം അറിയാത്ത സഹനമില്ല, ദൈവം അനുവദിക്കാത്ത സഹനമില്ല. ദൈവമല്ല സഹനം ഉണ്ടാക്കുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥതയും സാത്താന്റെ കുടില തന്ത്രവുമാണ് സഹനം ഒരുക്കുന്നത്. പക്ഷെ ദൈവം അറിയുന്നുണ്ട്. അതിനാല് സഹനകാലത്ത് നമ്മള് ദൈവത്തെ സ്തുതിക്കണമെന്നും ആരെയും കുറ്റം വിധിക്കരുതെന്നും എല്ലാവരോടും ക്ഷമിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സഹനകാലം പരിശുദ്ധാത്മാവിന്റെ നിറവിനുള്ള ഒരു പുതിയ കാലം അവസരം ഒരുക്കി തരികയാണ്. എഫേസൂസ് 5:18-20. എഫേസൂസ് 5:18-20 എന്താണ് 18 പറയുന്നത്? ഓരോ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഡെയിലി ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അനുദിനം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. അതിനെന്ത് ചെയ്യാം? 1, സങ്കീർത്തനം ചെല്ലാം, നല്ല സ്തുതിപ്പ് നടത്താം, ഗാനാലാപത്തിലൂടെ ദൈവത്തെ സ്തുതിക്കാം. പ്രതികൂലങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയും അഭിഷേകവും നിങ്ങൾക്ക് കിട്ടും. എന്നാൽ കുറെ കൂടെ സമ്യക്കായിട്ട് എഫേസൂസ് 5:20 പരിശുദ്ധാത്മാവ് പറയുകയാണ്, എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പൊ സ്തുതിച്ച്
സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ ഒരുങ്ങുക, പരിശുദ്ധാത്മാവ് നിറയുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നമുക്കായി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ കാണാൻ വന്ന കന്യാസ്ത്രീയാകാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി ദൂരേന്ന് വന്നതാണ്. അച്ഛാ, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്, എപ്പോഴും മ്ലേച്ഛ ചിന്ത തലയിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ പറഞ്ഞു, അതൊരു സന്ദേശമാണ്. സ്തുതിച്ച് ഇതുപോലെയുള്ള പാപത്തിന് അടിമപ്പെടുന്ന അനേകായിരം അനേക ലക്ഷങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ പീഡ വിട്ടുപോകും. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സന്ദേശമാണ്. ഓരോ പ്രലോഭനവും ഇതുപോലെയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ പീഡയോർത്ത് സ്തുതിച്ച് സ്തുതിച്ച് അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്റെ രാജ്യത്തിന് നഷ്ടമാണെന്ന് സാത്താൻ തിരിച്ചറിയും. സാത്താൻ നമ്മളെ വിട്ടുപോകും. അല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും അശുദ്ധി എന്ന് കൊണ്ടുവരും, അത് കുറെ നേരം തള്ളിക്കളയും, അവസാനം സ്വയംഭോഗത്തിൽ കലാശിക്കും, പിന്നെ കുമ്പസാരിക്കാൻ പോകും, പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന എല്ലാ സഹനവും അതോർത്ത് സ്തുതിച്ച് ഇതുപോലെയുള്ള അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങൾ ഒരുപക്ഷെ അനേക കോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ഓർക്കുകയാണ്, പോട്ടാ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അച്ഛനെ പ്രാർത്ഥിക്കാൻ അച്ഛാ വരുന്നോന്ന് ചോദിക്കും. വരും. അന്നേരം തന്നെ ഉറക്കം തുടങ്ങും. ഇനി നാണം കെട്ട പരിപാടിക്ക് ഈ അച്ഛനെ വിളിക്കേണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലാക്കി ഇതൊരു സന്ദേശമാണ്. ഉറക്കം തൂങ്ങലുള്ള, പ്രാർത്ഥനയ്ക്ക് തടസ്സമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് വിടുതൽ കൊടുക്കും എന്ന സന്ദേശമാണ്. നമ്മുടെ ഉറക്കം തൂങ്ങൽ പോലും, നമ്മുടെ ക്ഷീണം തളർച്ച പോലും ഇതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഇതേ പീഡ അനുഭവിക്കുന്ന അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ യേശുവിന്റെ യോഗ്യതയാല് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ഏതാണ്ട് 5 ലക്ഷം ദിവ്യബലിയുടെ യോഗ്യതകളാല്, ദിവ്യകാരുണ്യ ആരാധനകളുടെ യോഗ്യതകളാല്, കോടാനുകോടി ജപമാലകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതേ പീഡയുള്ള അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ കോടാനുകോടി പേരെ മോചിപ്പിക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന 2000 കൊല്ലമായിട്ട് ഈശോ ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മരിച്ചുയർത്ത കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു എന്ന് ഹെബ്രായർ 7:25 റോമ 8:34 പറയുന്നു. 2000 കൊല്ലമായിട്ട് മരിച്ചുയർത്ത കർത്താവ് വീണ്ടും കുരിശിൽ തൂങ്ങി മരിക്കാൻ പോവുകയല്ല, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു. നമ്മളോ വിശുദ്ധ കുർബാനയുടെ വലത്തുഭാഗത്തിരുന്ന് അടുത്തിരുന്ന് യേശുവിനോട് ചേർന്ന് അനേക ആയിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും അനേക കോടികൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുത രോഗശാന്തി എന്താണ്? അതുവഴി ദൈവം ലോകത്തോട് സംസാരിക്കുന്നത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച യേശു ഇപ്പോൾ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ നാഥനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് യേശു പറഞ്ഞു, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. 2-3 പേര് ഒന്നിച്ചു കൂടുന്നിടത്തൊക്കെ യേശു വരുവോ? ഇല്ല. അവരുടെ വിശ്വാസം ഏറ്റു പറയുമ്പോഴേ വരുള്ളൂ. വിശ്വാസം ഏറ്റു പറയണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഏറ്റു പറയണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും, ബാക്കി പറഞ്ഞേ, ഞാൻ അവരിലും വസിക്കുന്നു. ജീവിക്കുന്ന സക്രാരിയായിട്ട് നമ്മൾ മാറുക. ഒരു നിമിഷ നേരത്തെ കുർബാന കേൾക്കുള്ള പാടുകൊണ്ട്. പക്ഷെ ഇടയ്ക്ക് വചനം ഒന്ന് ഓർത്തേക്കണം, പറഞ്ഞേക്കണം. അല്ലെങ്കിൽ നമ്മൾ പോഷന്മാരായിട്ട് ദൈവം ഇല്ലാത്തവരെ പോലെ പോകും. എന്നിട്ട് ഭയങ്കര പരവേശം അടിച്ച് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം തലയിൽ സാത്താൻ പ്രവർത്തിക്കും. തല സാത്താന്റെ വർക്ക്ഷോപ്പാന്ന് പലർക്കും അറിയത്തില്ല. ഇവിടെയാണ് വ്യഭിചാരം, കൊലപാതകം ഒക്കെ സാത്താൻ കൊണ്ടിരുന്നത്. വെറുപ്പ്, വിദ്വേഷം, അസൂയ. ദൈവം വസിക്കുന്നത് ഹൃദയത്തിൽ എന്ന് പറയും. ഈ മാംസ ഹൃദയമല്ല, നമ്മുടെ മൊത്തം ജീവിതത്തിലാണ്. അപ്പൊ ആലോചന ചോദിക്കുന്നത് തലയോടല്ല, അവിടുന്ന് ചതി വരും, നുണ വരും. രാത്രി മുഴുവനും അവൻ പുതിയ നുണകൾ കുത്തിവെക്കും നമ്മുടെ തലയിൽ.
ഇപ്പം ഈ 5 സെന്റ് സ്ഥലം പണയം വെച്ചിട്ട് ഉടനെ ഒരു ബിസിനസ് തുടങ്ങുക, ഒരു 5 ലക്ഷം രൂപ കടമെടുക്കുക. 2 മാസം മുമ്പ് 2 മാസം 6 മാസം മുമ്പ് നിന്നെ ഞാൻ ശരിയാക്കി തരാം. അത് മനസ്സിലാകില്ലേ? സാധാരണ സന്ദേശം നൽകുന്നില്ലേ? വീടും പോയി കൂടും പോയി കുത്തുവാളെടുത്തു. ഈ തലേ തോന്നുന്നത് അനുസരിച്ച് പോകരുത്. അനേകം പേര് അങ്ങോട്ട് ഓർഡറാ, കുവൈറ്റ് ഇവിടെ ഒരു ഏജന്റ് വരുന്നുണ്ട്. ഹൃദയത്തോട് ചോദിക്കണം. ഇവിടുന്ന് ചതി വരില്ല. ദൈവം വസിക്കുന്ന ആലയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 37:13-14 പറഞ്ഞേ. പ്രഭാഷകൻ 37:13-14. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. തലയുടെ ഉപദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ദൈവം വസിക്കുന്ന കൂടാരം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം 14. തലയുടെ മുകളിലിരുന്ന് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ, അത് മിക്കവാറും കുട്ടിച്ചെറുത്തമ്മരൊക്കെ ആയിരിക്കും, സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് മനുഷ്യന് മുഴുവൻ കുടിയും കിടക്കുന്നത് തലയുടെ ഉപദേശം സ്വീകരിച്ചിട്ടാ. അവിടെയാണെങ്കിൽ വചനമൊട്ട് ഇല്ലതാനും. വേറെ എന്തെല്ലാമോ വായിച്ചും പഠിച്ചും സീരിയൽ കണ്ടും കൂട്ടിവെച്ച സാധനം അവിടെ ഇരിപ്പുണ്ട്. അതിലൂടെ സാത്താൻ നുഴഞ്ഞു കയറി അടിപൊളി നുണ അങ്ങ് വെച്ച് തരും. നമ്മൾ എടുത്ത് ചാടും. അവസാനം തൊപ്പിപ്പാളി എടുക്കും. കാരണം എന്താ? വചനം തലയിലോട്ട് ഇല്ലതാനും. ആ തലേന്ന് വന്ന ദുർവചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഹൃദയത്തോട് ആലോചിക്കണം. ഹൃദയതുല്യം നമ്മളെ സ്നേഹിക്കുന്ന 1-2 വ്യക്തികൾ എവിടെയെങ്കിലും കാണും, ഏത് സമൂഹത്തിലും. അവരോടും ചോദിക്കണം. അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. പ്രഭാഷകൻ 37:12. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. ദൈവം പറയും, എനിക്ക് ആരുമില്ലേ. ഒരുപാട് മനുഷ്യർ പറയും, എനിക്ക് ആരുമില്ല. അങ്ങനെയൊന്നും ദൈവം വെച്ചിട്ടില്ല. എല്ലാ മനുഷ്യർക്കും തക്ക സമയത്ത് സഹായം ചെയ്യാൻ ഒരാളെ 2 പേരെ കരുതിയിട്ടുണ്ടാവും. 98 പേര് നമുക്കെതിരായിരിക്കും, നിന്ദിക്കും, ഗ്രൂപ്പ് കൂടി. കണ്ടുപിടിച്ചോണം ആരാണ് എന്നെ ചതിക്കാത്ത, എൻ്റെ വേദനയിൽ സഹതപിക്കുന്ന ഒരാള് കാണും. ആ വ്യക്തിയോടാണ് ഒട്ടി നിൽക്കേണ്ടത്. ആ വ്യക്തിയെ തൊഴി പറഞ്ഞ് തെറി പറഞ്ഞ് ഓടിക്കരുത്. ആ വ്യക്തിയെ ഒരു നിസാര കാര്യത്തിന് വേണ്ടി തെറ്റിദ്ധരിച്ച് തെറി പറഞ്ഞ് ഓടിക്കരുത്. ആ വ്യക്തി നമ്മളെ ദൈവം വെച്ചിരിക്കുന്നതാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ 1-2 പേരെ ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം ദൈവമായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം സഹനം അനുവദിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തില് 30:20-21 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും, അങ്ങനെ തരും, അനുവദിക്കും. നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യാ 30:20-21. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ ഉള്ളിൽ തന്നെ അവൻ ഇരിപ്പുണ്ട്. മരിച്ചുയർത്തവൻ നിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. നീ വലിയ സങ്കടമായിട്ട് നടക്കുമ്പോ ബൈബിളിലെ ഒരു വചനം ഇതാ, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ അകത്തിരിപ്പുണ്ട്. നീ പപ്പരപരവരാ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഒന്ന് സ്വസ്ഥമായിരിക്കെ എന്റെ സ്വരം കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ പരിപാടി എന്നറിയാവോ? ആകുലതയും ഉത്കണ്ഠയും അതും ഇതും എല്ലാം അടിച്ചു കയറ്റി അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, യാതൊരു സ്വസ്ഥതയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ കർത്താവ് പറയുന്നത് എന്താണ്? നീ ശാന്തമായിരിക്കുക. സംഗീതം 46:10 ശാന്തമാകുക. ഞാൻ ദൈവമാണെന്ന് നീ അറിയണം. അതിന് സ്വസ്ഥമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 30:15. യെശയ്യാ
30:15 ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ചുമ്മാ ഇരിക്കുക ദൈവത്തിന്റെ മുമ്പില്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പില് 1 മണിക്കൂർ പോയിരിക്കുക, നിന്റെ പിശാചൊക്കെ വിട്ടുപോകും. വലിയൊരു സത്യമാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവരോട് 5-6 കൊല്ലമായി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. 2-3 മിനിറ്റ് അവർ പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം പറ്റുമെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ കുർബാനയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് വരാൻ പറയും. പിന്നെ കൗൺസിലിംഗ് അവളെ എളുപ്പമായി. ചെകുത്താനൊക്കെ വിട്ടുപോയിട്ട് അവർ പിന്നെ വരുന്നത്. പിന്നെ പറഞ്ഞാൽ മനസ്സിലാക്കുകയും ചെയ്യും, പറയേണ്ടത് നമുക്ക് കിട്ടുകയും ചെയ്യും. വിശുദ്ധ കുർബാനയുടെ ആരാധന 1 മണിക്കൂർ പറ്റുമെങ്കിൽ അവിടെ പോയി ഇരിക്കുക. നമ്മുടെ കുടുംബത്തിലെ പൈശാചി ഇവിടെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ് ആണ്. തിരിച്ചു വന്ന് സ്വസ്ഥമായിരിക്കുക, നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക. ഞാൻ ഒരു വിധത്തിലും നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വചനങ്ങൾ ഏറ്റു പറയുമ്പോൾ തന്നെ വചനം ഏറ്റു പറയുന്നിടത്ത് പിശാച് വിട്ടുപോകും. യേശുവിന്റെ നാമം ഉറക്കെ പറയുമ്പോൾ പിശാച് വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. റോമ 10:9-10 ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ സാത്താൻ അത് കേൾക്കും, അവന്റെ പവർ പോകും, അവൻ സ്ഥലം വിടും. അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ അവൻ പോവുള്ളൂ. നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ അവൻ അറിയത്തില്ല. കൊള്ളക്കാര് ഒരു വൈദികന്റെ ചങ്കിൽ ചവിട്ടി നിന്നുകൊണ്ട് മുകളിലുള്ള തട്ടമ്പുറത്തുള്ള ബായിയൊക്കെ താഴോട്ട് വലിച്ചിട്ടു. ആഫ്രിക്കയിൽ നടന്നൊരു മലയാളി അച്ഛൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, അവർ വന്ന് ആക്രമിച്ചപ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞോന്ന് ചോദിച്ചു. മൗനമായി പറഞ്ഞെന്ന് പറഞ്ഞു. അത് സാത്താൻ കൊടുത്ത പേടി കൊണ്ടാ ചവിട്ടുകൊണ്ടു. പിന്നെ ഏതാനും മാസം ഇവിടെ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നു. കാരണം കൊള്ളക്കാരെ കൊണ്ടുവരുന്നത് സാത്താനാണെന്ന് അറിയത്തില്ല. നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ല, ഉപദ്രവം ചെയ്യാനിടയുള്ള ശല്യക്കാരായ 10 പേരുണ്ടെങ്കിൽ ഈശോയെ ഇതുപോലൊരു 10,000 എവിടെയെങ്കിലും കാണുമല്ലോ, ഈ 10 പേരെയും ഒരു 10,000 പേരെയും അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, എൻ്റെ വീട്ടിലെ മദ്യപാനം മാറ്റണേ എന്ന് ഇവിടുത്തെ പ്രാർത്ഥിക്കും തോറും കൂടുതൽ കുടിച്ചിട്ട് വരൂ വരികയാണ്. ഇതുപോലെ 50,000 മദ്യപാനികളെയും കുടുംബങ്ങളെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവ മക്കളും യേശുവിന്റെ പ്രേക്ഷിതരുമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്റെ രാജ്യം കിടിലം കൊള്ളും. ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ അവർ 70,000-നും 90,000-നും 1,00,000-നും വേണ്ടി പ്രാർത്ഥിച്ചെന്നവരും ലക്ഷവും കൂടി പോയെന്ന് വരാം. കാരണം എന്താ? ഒന്നാമത്തെ കൽപ്പന എന്നതാ? ഒന്നാമത്തെ കൽപ്പന ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്. 10,000 20,000 ആക്കണം പിശാച് വിട്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. അത് 30,000 ആക്കണം, അത് 50,000 ആക്കണം, അത് 1,00,000 ആക്കണം, അത് 10,00,000 ആക്കണം. അവരെല്ലാം രക്ഷപ്പെടും. പിശാച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആന്റണി, കൊമ്പത്തുംകടവ്. എനിക്ക് 4 വർഷമായി നടുവേദന തുടങ്ങിയിട്ട്. ഇപ്പോൾ കുഞ്ഞാകെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി പൂർണ്ണമായും. എൻ്റെ പേര് മേരി, കോതമംഗലം വീട്. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, കൈവേദന ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കൈവേദനയും നടുവേദനയും മാറി, പൂർണ്ണമായിട്ട് മാറി. എൻ്റെ നടുവിന് ശക്തമായ വേദന കുറേ വർഷങ്ങളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അനേക തവണ പല വീഴ്ചകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ വേദന പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിക്കിട്ടി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക്
പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും.